സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ ബാലയുടെയും അതുപോലെ തന്നെ എലിസബത്തിൻ്റെയും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ബാല നല്ലവനാണെന്നോ അല്ലെങ്കിൽ ബാല ഭയങ്കര ഡീസൻ്റ് ആണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ബാലയ്ക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അബദ്ധങ്ങളല്ല, ബാല അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ ബാല ഒരു പ്രമാണിയാകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിക്കാറുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലയ്ക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ബാല അമൃത സുരേഷിനെ നല്ല രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട്. ആ ഒരു കുട്ടി വന്നിട്ട് എല്ലാം പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ബാലയ്ക്ക് ആ കുട്ടിയോട് വരെ വൈരാഗ്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു ബാല ഈ ബാലയെ രണ്ടാമത് കല്യാണം കഴിച്ചു എന്ന് പറയുന്നതും അതുപോലെ ലിവിങ് ടുഗദർ ആണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എലിസബത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇപ്പോൾ എലിസബത്ത് എന്ന് പറഞ്ഞാൽ കുറേ നാളുകളായിട്ട് എന്ന് പറഞ്ഞാൽ ബാലയ്ക്കെതിരെ നിരന്തരമായിട്ട് എന്ന് പറഞ്ഞാൽ ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് ആരോപണങ്ങളാണ് ബാലയ്ക്കെതിരെ ഉന്നയിക്കുന്നത്. അവസാനം എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദനുമായിട്ടുള്ള ആ ഒരു സിനിമയുടെ പേരിൽ പൈസ വാങ്ങിച്ച കാര്യങ്ങളും അത് പിടിച്ചു വാങ്ങിച്ചതാണ്, ഗുണ്ടകളെ ഉപയോഗിച്ച് വാങ്ങിച്ചതാണ്. ബാലയ്ക്ക് ഒരുപാട് ഗുണ്ടാ സെറ്റപ്പുകളുണ്ട്. പിന്നെ ബാലയുടെ പല കള്ളങ്ങളും, പിന്നെ ബാല ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് റൂമിൽ കയറ്റാറുണ്ട്. അമ്മയുടെ പ്രായം പോലുള്ള സ്ത്രീകളെ വിളിച്ച് റൂമിൽ കയറ്റാറുണ്ട് എന്നൊക്കെയാണ് എലിസബത്തിൻ്റെ ആരോപണം. അപ്പോൾ ഇതൊക്കെ ശരിയായിരിക്കാം, ചിലപ്പോഴെന്ന് പറഞ്ഞാൽ തെറ്റായിരിക്കാം, ഇനിയിപ്പോഴും ചളിവാരി എറിയലാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്ത് ഒരുപാട് നാൾ ബാലയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ബാല ഇതൊക്കെ ചെയ്തത്. അതിനുശേഷം എലിസബത്തുമായിട്ട് ബാല തെറ്റി. ബാലയ്ക്ക് എലിസബത്തിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ബാലയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമൃത സുരേഷിൻ്റെ മുന്നിൽ എനിക്കൊരു ഡോക്ടറെയാണ് കിട്ടിയത്, അതായത് ഞാൻ കല്യാണം കഴിച്ചത് നിന്നെയല്ലേ, അത് നീ പോയാൽ എന്താ, ഞാൻ ഒരു ഡോക്ടറെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എലിസബത്തിനെ അങ്ങ് കല്യാണം കഴിച്ചതുപോലെയും അതുപോലെ ഓടിക്കാറ് കൊടുത്തതുപോലെയും ഒക്കെ ആയിട്ട് ഒരു നാടകം കളിച്ചതാണെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ എലിസബത്തിനെ കല്യാണം കഴിച്ചതാണെങ്കിൽ കൃത്യമായിട്ട് അതിൽ രേഖയും കാര്യങ്ങളൊക്കെ വേണ്ടേ. അത് ചെയ്യിക്കാത്തതെന്ന് പറഞ്ഞാൽ എലിസബത്തിൻ്റെ മിസ്റ്റേക്കല്ലേ. എലിസബത്ത് പറയണ്ടേ, കാരണം ബാല ഏത് നിമിഷവും കൂടി ചാടുന്നു എലിസബത്തിന് കൃത്യമായിട്ട് അറിയാം. ബാല ഇതിന് മുന്നേയും കുറേ കൂടുകൾ ചാടിയിട്ടുണ്ട്. അപ്പോൾ ഈ എലിസബത്ത് ആ ഒരു നിമിഷത്തിൽ തന്നെ പറയണ്ടേ, എനിക്ക് കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റൂല എന്നുകൊണ്ട് കല്യാണം കഴിക്കണ്ടേ. അതൊന്നും ചെയ്യാതെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലച്ചേട്ടന് വേണ്ടിയിട്ട് എലിസബത്ത് അങ്ങ് നിന്നു കൊടുത്തു. പിന്നീട് തന്നെ ബാലയുടെ വിളയാട്ടമായിരുന്നു. അതായത് ഓരോ ഇൻ്റർവ്യൂവും പരിപാടിയിലും എലിസബത്ത് കം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബാല ഈ എലിസബത്തിനെ ഇങ്ങനെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ഭാര്യ ഡോക്ടറാണ്, കണ്ട എനിക്ക് ഡോക്ടർമാരെ ரொம்ப ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലയുടെ ആ നാടകങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഈ അമൃത സുരേഷിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അമൃത സുരേഷിനെ നീ ഇങ്ങനെയല്ലേ, നിനക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള തരത്തിലാക്കാൻ വേണ്ടിയിട്ടുമാണ്. പക്ഷേ അതിനുശേഷം എന്ന് പറഞ്ഞാൽ അമൃത സുരേഷും ഒരു അബദ്ധം കാണിച്ചു. അതായത് ഗോപി സുന്ദറി എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചു. അയാളാണെങ്കിൽ ഈ എന്താ പറയുക ബാലയെ കാട്ടിയും കഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം 3 4 വന്ന അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ അതും നീണ്ടു നിന്നില്ല. പിന്നീട് എന്ന് പറഞ്ഞാൽ 2 പേരെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ മൂഞ്ചിപ്പോയി എന്നുള്ളതാണ്. അതങ്ങനെയാണല്ലോ, ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ടതാണ്. അവിടെ അഭിനയിച്ച് കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ മൂഞ്ചിപ്പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ എലിസബത്ത് എന്ന് പറയുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. അവരുടെ നഗ്ന ഫോട്ടോ ഉണ്ട്, അതുപോലെ തന്നെ അവരുടെ നഗ്ന വീഡിയോസ് എന്തെല്ലാം ഉണ്ട്, ബെഡ്റൂം സീനുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊന്നും യാതൊരു കഴമ്പുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് എഡിറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാലും അത് ബാലയുടെ റൂമെന്നാണ്. ഇനി ബാലയും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നു എല്ലാവർക്കും അറിയാം. പിന്നെ ഇനിയിപ്പോഴും അത് പുറത്ത് വിടും എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയൊരു നാടകമാക്കിയിട്ടും പ്രശ്നമാക്കിയിട്ടും എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ എലിസബത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടാകാം, ബാല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ബാല കല്യാണം കഴിച്ച് അയാളുടേതായ വഴിക്ക് പോകും. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പോയിട്ട് കേസ് കൊടുത്തേക്കുക. കേസ് കൊടുത്തിട്ട് തനിക്ക് കിട്ടാനുള്ള എന്താണ് അത് വാങ്ങിക്കുക. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിയമ നടപടികൾ സ്വീകരിക്കുക. അല്ലാതെ ഇതുപോലെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസം വന്നിട്ടും ഇതുപോലെ ഇങ്ങനെ തള്ളിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ എലിസബത്തിൻ്റെ കൂടെ തന്നെയാണ്. എലിസബത്തിന് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ എലിസബത്ത് എവിടെയെങ്കിലും ഒരു കേസ് ചാർജ് ചെയ്യണ്ടേ? എലിസബത്ത് എവിടെയെങ്കിലും ഒരു കേസ് ചാർജ് ചെയ്താലേ അതിന് നീതി കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. എലിസബത്ത് ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഛർദ്ദിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീതി കിട്ടി എന്ന് പറയാൻ കഴിയുമോ? അതായത് ജസ്റ്റിസ് എലിസബത്തിനെ രക്ഷിക്കാം, നമ്മളെല്ലാവരും കൂടി രക്ഷിക്കാം. പക്ഷേ എലിസബത്ത് അതിന് മുന്നിട്ടിറങ്ങണ്ടേ? അപ്പോഴല്ലേ അത് ഒരു കേസോ ഒരു കാര്യങ്ങളോ ഇത് തീർക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ആയുഷ്കാലം മുഴുവൻ വർഷങ്ങളോളം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാൽ മതിയാ. അതായത് ബാലയ്ക്ക് ഗുണ്ടാ സെറ്റപ്പ് ഉണ്ട്, ബാലയ്ക്ക് ഉണ്ടാകാം. ബാലയ്ക്ക് ഗുണ്ടാ സെറ്റപ്പ് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല, ചിലപ്പോൾ ഒക്കെ ഉണ്ടാകാം. കാരണം ചെകുത്താനെ പോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ചെകുത്താനെ പോയി ഭീഷണിപ്പെടുത്തുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഗുണ്ടകളൊക്കെ.
അപ്പോൾ ബാല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രമാണിയായിട്ട് നടക്കണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഈ തമിഴ്നാട്ടിലൊന്നും ഇമാതിരി പോക്കൃത്തരം നടക്കൂല. അതുകൊണ്ടാണ് ഈ ആശ നേരെ കേരളത്തിൽ വന്നത്. ഇവിടെ ആകുമ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവന് 200 രൂപേൻ്റെ പരസ്യം ചെയ്യും. അതാണ് ബാല എനിക്ക് 100 രൂപ തന്നേ, 100 രൂപ തന്നേ, അവന് 25 ആൾക്കാരോട് പറയും. അതാണ് ബാലയുടെ ലക്ഷ്യവും. അങ്ങനെയാണ് ബാലയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്. അല്ലാതെ ബാല സിനിമയിൽ അഭിനയിച്ചിട്ടോ ബാല ഒരുപാട് നല്ല കഥാപാത്രം അഭിനയിച്ചിട്ടോ ഒന്നുമല്ല. ഇപ്പോൾ ഈ വയ്യാണ്ട് കിടക്കുന്ന ഒരുത്തന ഈ ഉണ്ണിമൂന്ന് കൊണ്ടുപോയിട്ട് അഭിനയിപ്പിച്ചപ്പോൾ ബാലയ്ക്ക് 2 ലക്ഷം രൂപ കൊടുത്തു. അതായത് 20 ദിവസം ഒരു ദിവസം 10,000 വെച്ചിട്ട്. കാരണം 2 ലക്ഷം രൂപേൻ്റെ അധികമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഫീൽഡ് ഔട്ടായിട്ട് നിൽക്കുന്ന ഒരാൾ പോലും വിളിക്കാതെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഈ ബാലയെ കൊണ്ടുപോയിട്ട് ഇത്രയും നല്ലൊരു കഥാപാത്രവും കൊടുത്തിട്ട് അവനതൊരു ബ്രേക്കാക്കി കൊടുത്തിട്ട് പിന്നീട് ഉണ്ണി മുകുന്ദൻ പൈസ തന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാടകം കളിച്ചു. അതുപോലെ ഈ സിനിമ ഇറങ്ങുമ്പോൾ കുറച്ച് നാടകം കളിച്ചു. പിന്നെ ഉണ്ണി മുകുന്ദനെ തീർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ കുറേ അങ്ങ് എന്തെല്ലോ ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ണി മുകുന്ദൻ പിന്നീട് പ്രതികരിക്കാതെ കൊണ്ട് പിന്നീട് അങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അതായത് 2 ലക്ഷം രൂപ കൃത്യമായിട്ട് കൊടുത്തിരുന്നു. പിന്നീട് ഇയാൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെറ്റിലുള്ള മറ്റുള്ളവർക്ക് പൈസ കൊടുത്തിട്ടില്ല, അതായത് എനിക്ക് മാത്രമേ പൈസ തന്നിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉരുളാൻ തുടങ്ങി. ഇപ്പോഴും എലിസബത്ത് അതാണ് പറയുന്നത്, ആ പൈസ വാങ്ങിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ ഗുണ്ടകളെയും കൊണ്ടുപോയിട്ടാണ്. എന്ത് ഗുണ്ടകൾ? ഉണ്ണി മുകുന്ദൻ്റെ അടുക്ക പോയിട്ട് ഗുണ്ടകളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ പൈസ കിട്ടും? എനിക്ക് തോന്നുന്നില്ല അവിടുന്ന്. അതായത് ഗുണ്ടകളെയും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് ഇവന്മാർ? അപ്പോൾ ഈ ബാല ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് എലിസബത്ത് പറയുന്നുണ്ട്. എലിസബത്ത് പറയുന്നത് പച്ച നുണയാന്ന് ബാലയും പറയുന്നുണ്ട്. ഇവർ ഇപ്പോഴും നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതൊരു പൊതുശല്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരായാലും. അതായത് ഒന്നുകിൽ ഈ സ്ത്രീ നിർത്തണം, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ബാല നിർത്തണം. ഇവർ രണ്ടുപേരും നിർത്തണം. ബാലയാണെങ്കിൽ തമിഴ്നാട്ടിൽ പോയിട്ട് ഓരോ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴും അവിടെ പോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, എനിക്ക് മരുന്ന് മാറി തന്നു, എന്നെ കുത്തിവെക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബാലയും. അതുപോലെ എന്നെ ഈ ബെഡ്റൂമിൽ പിന്നെ സീനുണ്ട് മറ്റേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് എലിസബത്തും. ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ കിടച്ച മലയാളികൾ കുറേ ആൾക്കാർ ഞെരിപിരി കൊള്ളുന്നുണ്ട്. അതായത് കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ എലിസബത്തിന് കുടചൂടി വന്നിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ ബാലക്ക് കുടചൂടി വന്നിട്ടുണ്ട്. ഇപ്പോഴും ബാലേനെ 2 ചീത്ത പറയാം. ബാലയെ പറ്റിയിട്ട് 2 ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മാർക്കറ്റിംഗ് തന്നെയാണ്. അതായത് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് ബാലയെ പിന്നെ എന്താ പറയുക, ബാല അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ വിളിച്ച് അകത്ത് കയറ്റി ബാല പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധം എന്നിങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടംപോലെ കാണാനുണ്ടാകും. പക്ഷേ ഇതൊന്നും ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇതറിയണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ബാലയും അതുപോലെ എലിസബത്തും തന്നെ പറയണം. പിന്നെ മറ്റുള്ളവർ ബാലയെ പറ്റിയിട്ട് എന്ന് പറയുന്നത് ബന്ധമുള്ളവരൊക്കെ പറയുന്നത് ബാല ശരിയല്ല എന്നാണ്. അപ്പോൾ ബാല ശരിയല്ലെങ്കിൽ വേണ്ട, അങ്ങ് പുറ്റേക്കണം, അത്ര തന്നെ. ഇപ്പോൾ എലിസബത്തിന് എന്താ വേണ്ടത് വെച്ചാൽ എലിസബത്ത് ഒരു കാര്യം ചെയ്യണം, ബാലേനെ വേണ്ട, ബാല വേറെ കല്യാണവും കഴിച്ചു, ബാല അവരായി അവരെ പാടായി, അങ്ങ് പോയിക്കോട്ടെ. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും പിന്നെ എന്താ പറയുന്നത്, ബാല എന്തെങ്കിലും അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഭീഷണി ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ഫോർവേഡ് ചെയ്യുക, പോലീസുകാർ കേസ് കൊടുക്കുക, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ആ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ബാലയെ പിടിച്ചുള്ളിലിട്ടോളും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ബാലയൻ്റെ പുറകെ നടന്നിട്ട് ഇതേപോലെ അങ്ങനെയാണ് ഓരോ വീഡിയോ വന്നിട്ട് ഞാൻ അടുത്തത് നാളെ പറയാം 10-40 മിനിറ്റുള്ള വീഡിയോ. ഇത് കാണുന്നതിനൊരു മടുപ്പില്ലടേ. നിങ്ങൾ എന്തോന്ന് പറയുന്നത്, ഇത് കണ്ട് ഇപ്പം മടുത്തു എന്നുള്ളതാണ്. കാരണം ഈ ബാല എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബാലവേല ഇപ്പോൾ തന്നെ ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ബാലയോ ഈ പിന്നെ എന്താ പറയേണ്ടത്, ഈ എന്താ എലിസബത്തോ എന്തോ നിങ്ങൾ ചെയ്തോ, പക്ഷേങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ പൊതുവായിട്ട് വന്നിട്ട് അലക്കുന്ന പരിപാടി നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എലിസബത്തിനോട് പറയാനുള്ളത്, ഇനിയെങ്കിലും നിർത്തിയിട്ട് അവനവൻ്റെ ജോലി നോക്ക്, ഇതിൻ്റെ പുറകെ പോകാതെ. ഇല്ലെങ്കിൽ കേസ് കൊടുക്കുക. നിങ്ങൾക്ക് മാനനഷ്ടമാവേണ്ടത്, നഷ്ടപരിഹാരമാവേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കൊടുക്കുക. ആ കേസ് കോടതിയിലേക്ക് പോകട്ടെ. എന്നിട്ട് നിങ്ങൾക്ക് ഇത്രയും നാളും എന്നെ പറ്റിച്ചു, വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാമല്ലോ. അങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം, അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാതെ അത് രജിസ്റ്റർ ചെയ്യാതെ ഒരുത്തൻ്റെ ഭാര്യയായി ഇരുന്നിട്ട് അത് ഏറ്റവും വലിയ മണ്ടത്തരം തന്നെയാണ്. എലിസബത്തിനെ പോലെയുള്ള ഒരു ഡോക്ടറാണെന്ന് ആലോചിക്കണം നിങ്ങൾ. അതായത് സാധാരണ ഒരു സ്ത്രീയൊന്നുമല്ല, നല്ല വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളതാണ്, അത്യാവശ്യം സാമ്പത്തികവും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത്, അന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാതെ ഇപ്പോഴും കിടന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പിടിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.